ചേർത്തല തിരോധാന കേസിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ വീണ്ടും പരിശോധനയാണ്. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന തുടങ്ങിയിരിക്കുന്നു. സെബാസ്റ്റ്യന്റെ പറമ്പിൽ സ്ത്രീകളുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതേസമയം സെബാസ്റ്റ്യന്റെ ഭാര്യയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചുവരുത്തി വിശദമായ മൊഴിയെടുത്തു. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ 2.5 ഏക്കർ പറമ്പിൽ കാണാതായ സ്ത്രീകളുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസത്തെ പരിശോധനയ്ക്ക് പുറമെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന. ഈ പരിശോധനയിൽ 5 മീറ്റർ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ മാസം 28-ന് പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങളുടെ DNA പരിശോധനാ ഫലവും ഉടൻ ലഭിക്കും. കൊല്ലപ്പെട്ട ജൈനമ്മയുടെ ശരീരാവശിഷ്ടങ്ങളെന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. അതേസമയം DNA സാമ്പിൾ ശേഖരിക്കാനായി ബിന്ദു പത്മനാഭന്റെ സഹോദരന്റെ സാമ്പിൾ വീണ്ടും ശേഖരിക്കും. ഇറ്റലിയിലുള്ള ഏക സഹോദരനോട് നാട്ടിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ കേസിൽ കൂടുതൽ സാക്ഷികളെ കണ്ടെത്താനുള്ള ശ്രമവും തുടരുകയാണ്. സെബാസ്റ്റ്യന്റെ ഭാര്യയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചുവരുത്തി വിശദമായ മൊഴിയെടുത്തു. സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. റിപ്പോർട്ടർ, ആലപ്പുഴ, കോട്ടയം.